ഒരു നോമ്പ് ഒരു മനുഷ്യൻ നോറ്റാൽ ഒരു നോമ്പിൻ്റെ കാരണമായി 60 മാസം നോമ്പ് നോറ്റതിന് ലഭിക്കുന്ന കൂലി നമുക്കുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഇഹ്യയിൽ നോക്കിയാൽ കാണാം. മഹാനായ ഗസാലി ഇമാം റളിയല്ലാഹു തആല അൻഹു ഇഹ്യയിൽ ഈ വിഷയം എണ്ണിയിട്ടുള്ളത് പരിശുദ്ധമായ റജബ് മാസത്തിലെ നോമ്പിനെ കുറിച്ചാണ്. റജബ് മാസത്തിലെ ഒരു നോമ്പ് ഒരു മനുഷ്യൻ നോറ്റാൽ ആ ഒരു നോമ്പ് കാരണമായി 60 മാസം നോമ്പനുഷ്ഠിച്ച കൂലിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് എന്ന് മഹാനവർ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ റജബ് മാസത്തിലെ മിഅ്റാജിന്റെ നോമ്പ് നാം നഷ്ടപ്പെടുത്താതിരിക്കുക. കഴിവിൻ്റെ പരമാവധി മിഅ്റാജിന്റെ നോമ്പ് അനുഷ്ഠിക്കാൻ നമ്മൾ തയ്യാറാവുക. അതോടൊപ്പം എല്ലാവരോടും പറയാനുള്ളത്, കഴിഞ്ഞ റമദാൻ മാസത്തിൽ ആരെങ്കിലും നോമ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, കാരണമില്ലാതെയോ കാരണമുള്ളത് കൊണ്ടോ പല രൂപത്തിലാവാം, കാരണമില്ലാതെയാണ് നോമ്പ് നഷ്ടപ്പെടുത്തിയതെങ്കിൽ റമദാൻ കഴിഞ്ഞ ഉടൻ തന്നെ അത് നോറ്റ് വിടണമായിരുന്നു. അത് നിർബന്ധമാണ്. അതേസമയത്ത് കാരണത്തോടു കൂടി ചില ആളുകൾക്ക് നോമ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അടുത്ത റമദാനിൻ്റെ മുമ്പ് സമയത്തിനനുസരിച്ച് നോമ്പ് നോറ്റ് വിടിയാൽ മതി. എങ്ങനെയാണെങ്കിലും നോമ്പ് നോറ്റ് വീഴണം. അങ്ങനെ നോമ്പ് വീടുന്ന ഒരു വ്യക്തിക്ക് പരിശുദ്ധമായ ഈ റജബ് മാസം വരികയും റജബ് മാസത്തിലെ 27 നോമ്പ് നോൽക്കാൻ അവസരം കിട്ടുകയും ചെയ്താൽ ഖളാ ആയ നോമ്പിനോടുകൂടെ റജബ് മാസത്തിലെ 27 നോമ്പിനെയും നോറ്റ് വിടാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ അയാൾക്കുള്ള പ്രതിഫലങ്ങൾ കൂടുതലാണ്. റമദാൻ മാസത്തിൽ ഖളാ ആയ നോമ്പിനോടൊപ്പം റജബ് മാസത്തിലെ നോമ്പ് അല്ലെങ്കിൽ മിഅ്റാജിന്റെ നോമ്പ് ഞാൻ നോൽക്കുന്നു എന്ന നിയ്യത്തോടു കൂടി നോമ്പ് അനുഷ്ഠിച്ചാൽ റജബ് മാസത്തിൽ 27 കൂലി കിട്ടും. ഖളാ ആയ നോമ്പ് ഖളാ വിടുകയും ചെയ്യും. അതോടൊപ്പം ഗസാലി ഇമാം പറഞ്ഞതനുസരിച്ച് 60 മാസം നോമ്പ് അനുഷ്ഠിച്ചാൽ കിട്ടുന്ന പ്രതിഫലം കൂടി ഒരൊറ്റ നോമ്പ് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. എത്രയും വലിയ മഹത്വമുള്ള ഭാഗ്യമുള്ള ഒരു നോമ്പാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നോമ്പ് ആരും നഷ്ടപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ മഹത്വമുള്ള ഈ നോമ്പിനെ ഒരിക്കലും നാം ഒഴിവാക്കാതിരിക്കുക. റജബ് 27 നോമ്പ് നോറ്റാൽ 60 മാസത്തെ നോമ്പിന്റെ പ്രതിഫലം അല്ലാഹു തആല അവൻ എഴുതപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ ഒരു ഹദീസ് ഇഹ്യാ ഉലൂമുദ്ദീന്റെ 1-ാം വാള്യം 373 പേജിൽ നമുക്ക് നോക്കിയാൽ കാണാവുന്നതാണ്. ഈ ഹദീസ് ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അവിടെ അതിൻ്റെ അറബി നോക്കി മനസ്സിലാക്കാവുന്നതുമാണ്. സുന്നത്ത് നോമ്പിന്റെ ദിവസങ്ങളിൽ ഫർദ് നോമ്പ് നോൽക്കുകയാണെങ്കിൽ, ഖളാ വിടുകയാണെങ്കിൽ രണ്ടിൻ്റെയും പ്രതിഫലം കിട്ടുമോ എന്നതായിരുന്നല്ലോ പല ആളുകളുടെയും സംശയം. അവിടെയാണ് ഇബ്നു ഹജർ റളിയല്ലാഹു തആല വളരെ വ്യക്തമായി ഈ വിഷയം പറഞ്ഞിട്ടുള്ളത്. മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്, മഹാന്മാരുടെ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് സുന്നത്ത് നോമ്പിന്റെ ദിവസങ്ങളിൽ ഒരു നോമ്പുണ്ടായിരിക്കുക എന്നതാണ്. ഏതുപോലെ പള്ളിയിൽ കയറി ഒരാൾക്ക് ഒരു നിസ്കാരം ഉണ്ടാവുക എന്നതാണല്ലോ. തഹിയ്യത്ത് നിസ്കാരത്തെ കുറിച്ച് പറയുന്നത് അങ്ങനെയാണല്ലോ, പള്ളിയിൽ കയറി ഉടനെ നിസ്കാരം ഉണ്ടാവുക എന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ സുന്നത്ത് നോമ്പിന്റെ ദിവസങ്ങളിൽ ഒരു നോമ്പുണ്ടായിരുന്നാൽ മാത്രം മതി. അപ്പം ആ ദിവസങ്ങളിൽ ഖളാ വിടുകയാണെങ്കിൽ, സുന്നത്ത് നോമ്പിന്റെ ദിവസത്തിൽ ഖളാ വിടുക കൂടി ചെയ്താൽ ആ ഖളാ വിടുകയും അതോടൊപ്പം തന്നെ സുന്നത്ത് നോമ്പ് നോറ്റ കൂലിയും കൂടി കിട്ടുമെന്ന് ഫതാവൽ കുബറയുടെ 2-ാം വാള്യം 75-ാമത്തെ പേജ് നോക്കിയാൽ വ്യക്തമായി ഈ മസ്അല മനസ്സിലാക്കാൻ കഴിയും. അതേസമയത്ത് പരിശുദ്ധമായ റമദാൻ ഷരീഫ് ആ റമദാൻ മാസത്തിൽ നോമ്പ് നോറ്റുകൊണ്ടിരിക്കുമ്പോൾ ആ റമദാന്റെ ദിവസത്തിൽ മറ്റൊരു സുന്നത്തിനെ കൂടി കരുതാൻ ശരിയാവുകയില്ല. റമദാൻ പൂർണ്ണമായും ഫർദ് നോമ്പുകൾക്ക് മാത്രമുള്ളതാണ്. കാരണം വ്യാഴാഴ്ചയോ തിങ്കളാഴ്ചയോ നോമ്പ് നിൽക്കുന്ന ഒരു വ്യക്തി റമദാൻ മാസത്തിലെ നോമ്പിനോട് കൂടെ തിങ്കളാഴ്ചയുടെ നോമ്പിനെ ഞാൻ കരുതിയെന്നോ, അല്ലെങ്കിൽ വ്യാഴാഴ്ചയുടെ നോമ്പിനെ കരുതിയെന്നോ, അല്ലെങ്കിൽ വെളുത്ത വാവിൻ്റെയോ കറുത്ത വാവിൻ്റെയോ നോമ്പിനെ കരുതിയെന്നോ, ഇങ്ങനെ ഏതെങ്കിലും നോമ്പ് കരുതിയാൽ രണ്ടിൻ്റെയും പ്രതിഫലം കിട്ടുകയില്ല എന്നതാണ്. കാരണം ഫർദ് ദിവസം എന്ന് പറഞ്ഞത്, റമദാൻ മാസം എന്നുള്ളത് ഫർദ് നോമ്പിന് മാത്രമായിട്ടുള്ളതാണ്. അവിടെ മറ്റൊരു നോമ്പും കരുതാവുന്നതല്ല. ശറഹ് മുഅദ്ദിബിന്റെ 6-ാം വാള്യം 484-ാമത്തെ പേജ് നോക്കിയാൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഏതായിരുന്നാലും വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാനുള്ളത്,
റജബ് മാസത്തിന്റെ റജബ് 27-ന്റെ അഥവാ മിഅ്റാജിന്റെ നോമ്പ് നോറ്റാൽ മിഅ്റാജിന്റെ നോമ്പിന്റെ കൂലിയും കിട്ടും. ഖദാ ഉള്ളവരാണെങ്കിൽ ആ ഖദാ വിടുകയാണെങ്കിൽ അതിനെ നിയത്ത് വെച്ചാൽ അതിന്റെ കൂലിയും കിട്ടും. മാത്രമല്ല 60 മാസം നോമ്പനുഷ്ഠിച്ചാൽ കിട്ടുന്ന കൂലി ഈ ഒരൊറ്റ നോമ്പ് കൊണ്ട് കിട്ടും എന്നുകൂടി നാം മനസ്സിലാക്കുക. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ഈ വർഷത്തെ നോമ്പ് നോൽക്കേണ്ടത്. എല്ലാവരും നോമ്പനുഷ്ഠിക്കാൻ തയ്യാറാവുകയും ചെയ്യുക. അല്ലാഹു തആല നമുക്കത് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ.